ഞാനിപ്പോൾ നിൽക്കുന്നത് ഷൊർണൂരാണ്. ഞാനിവിടുന്ന് എറണാകുളത്തോട് പോവാണ് നമ്മുടെ വേണാട് എക്സ്പ്രസ്സിൽ. അപ്പോൾ വേണാട് എക്സ്പ്രസ് പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഇപ്പോൾ ചെറിയ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പിന്നെ വേണാട് എക്സ്പ്രസ്സിൻ്റെ ട്രെയിൻ ബോർഡ് വരുന്നത്. തിരുവനന്തപുരം ഷൊർണൂർ. തിരുവനന്തപുരത്ത് നിന്ന് ഷൊർണൂരിലോട്ട് പോകുമ്പോൾ നമ്പർ 16302. പിന്നെ ഷൊർണൂരിൽ തിരുവനന്തപുരത്തേക്കാണെങ്കിൽ 16301. ഇത് 2015 ഉണ്ടാക്കിയ ഒരു ജനറേറ്റർ കാറാണ്. പക്ഷേ പുതുതായി പെയിന്റ് ഒക്കെ അടിച്ചുകൊണ്ട് നല്ല പെയിന്റിന്റെ മണം വരുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ കാണുന്നത് നമ്മുടെ മുംബൈ LTTന്ന് തിരുവനന്തപുരം നോർത്ത് വരെ പോണ ഗരീബ് രത്താണ്. അതിന്റെ ജനറേറ്റർ കാർ ഓണാണ്. അതാണ് ഇത്ര ശബ്ദം. നമ്മളെ വണ്ടിയുടെ ജനറേറ്റർ കാർ ഈ ഇടയ്ക്ക് ഒരു ഓവർഹോൾ കഴിഞ്ഞ് ഇറങ്ങിയതാണ്. അതുകൊണ്ടാണ് ഒരു ഫ്രഷ് ജനറേറ്റർ കാർ പോലെ ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ലോഗോ, റോയപുരം ഷെഡിന്റെ 30561. അപ്പൊ ഇത് ജസ്റ്റ് ഇവിടെ കപ്പിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനി ഏതായാലും കോച്ച് പോയി കയറാം, കാരണം ഇവിടെ നല്ല വെയിലാണ്. ഈ പോണ വണ്ടിയിൽ 2 ടൈപ്പ് ജനറൽ ക്ലാസ് ഉണ്ട്. ഒന്നെന്ന് പറയുമ്പോൾ ഇതേപോലത്തെ നോർമൽ ജനറൽ ക്ലാസ് ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും 2 ടൈപ്പ് ജനറൽ ക്ലാസ്സോ, അതെന്താ നിങ്ങൾ വിചാരിക്കും. അതെന്താ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റ് ടൈപ്പ്. സാധാ ട്രെയിനിലുള്ള പോലെ തന്നെ നോർമൽ ജനറൽ ക്ലാസ്. മറ്റേത് ഏതാന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ കോച്ച്. അപ്പോൾ കോച്ചൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഏതായാലും അകത്തോട്ട് കയറാം. ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ കണ്ണൂർ ജനശതാബ്ദി ഇല്ലേ, അതിൻ്റെ കോച്ചാണ്. അത് പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആക്കിയാണ്ട് ഇട്ടേക്കാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു ജനറൽ ക്ലാസ് ആണ്. പക്ഷെ ഇത് നോൺ AC ചെയർക്കാർ ഇത് ജനറൽ ക്ലാസ് ആക്കിക്കണം. സത്യം പറഞ്ഞാൽ ഇത് ചെയർക്കാർ കോച്ചാണ്. അത് ജനറൽ ക്ലാസ് ആക്കിക്കണം. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് 2 ടൈപ്പ് ജനറൽ ക്ലാസ് വന്നത്. മറ്റേ ജനറൽ ക്ലാസ്സിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ കുറച്ചും കൂടെ ഇരിക്കാൻ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ഇതിൻ്റെ കാട്ടിൽ നല്ലത് മറ്റേ ഒരു പുഷ് ബാക്ക് സീറ്റ് ഉണ്ട്. നമ്മുടെ ഇതിൻ്റെ ഒറിജിനൽ കോച്ച്. ജസ്റ്റ് അതുണ്ടോ നോക്കാം, എന്നിട്ട് നമുക്ക് അവിടെ പോയിരിക്കാം. ഈ ടൈപ്പ് കോച്ച് സത്യം പറഞ്ഞാൽ കണ്ണൂർ ജനശതാബ്ദിക്ക് ഉണ്ടായിരുന്നത്. പിന്നെ അവർ കണ്ണൂർ ജനശതാബ്ദിക്കും വേണാടിനുമായിട്ട് മാറ്റി ഇട്ടതാണ്. ഇപ്പോൾ മിക്സഡാണ് രണ്ടും. സത്യം പറഞ്ഞാൽ ഇതാണ് ശരിക്കും വേണാട് എക്സ്പ്രസിൻ്റെ കോച്ച് എന്ന് പറയുന്നത്. ബാക്കി ഏതായാലും കൂടി ഇരിക്കുക. ഏതായാലും ഒരു എമർജൻസി സീറ്റ് ആയതുകൊണ്ട് കംഫർട്ട് ആയിരിക്കും. പുഷ് ബാക്ക് സീറ്റാട്ടോ ഇത്. ഇവിടെ ലിവറുണ്ട്. ഇത് വലിച്ച് ജസ്റ്റ് എന്താക്കിയാൽ പുഷ് ബാക്ക് ആയി. പിന്നെ അവിടെ ഒരു ട്രേ ടേബിൾ വരുന്നുണ്ട്. ഫുഡ് റെസ്റ്റ്, വാട്ടർ ബോട്ടിൽ ഹോൾഡറൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്കുള്ള ചാർജിങ് പോയിന്റ് വരുന്നത് അവിടെയാണ്. പിന്നെ നമ്മളെ കയ്യിൽ പവർ ബാങ്ക് ഉണ്ടാകേണ്ട പ്രശ്നമല്ല. ഇപ്പം സമയം 2 മണി ആയിട്ടുള്ളൂ. ഇനി 2:35 വണ്ടി എടുക്കുക. അപ്പോൾ ഇനി ഏകദേശം ഒരു അരമണിക്കൂർ മാടെ ഉണ്ട്. ഇതിലിരിക്കാൻ തന്നെ കംഫർട്ടബിളാണ്. മറ്റേ നോർമൽ ജനറൽ ക്ലാസ്സിനേക്കാളും വെച്ചൊക്കെ നോക്കുമ്പോൾ നമുക്ക് കൈ വേണമെങ്കിൽ ഇവിടെ വെക്കാം. പിന്നെ അത് പുഷ് ബാക്കിൻ്റെ ഒരു ലിവറാണ്. സത്യം പറഞ്ഞാൽ ജനറൽ ക്ലാസ്സിന് ഇത് അത്യാവശ്യം നല്ല വെർത്താണ്. സത്യം പറഞ്ഞാൽ ഇത് ചെയർക്കാറിൻ്റെ കോച്ചാണ്. പക്ക ഓൺ ടൈമിന് തന്നെ ഷൊർണൂരിൽ വണ്ടി എടുത്തേക്കാണ്. 2:35 ആയപ്പോൾ തന്നെ എടുത്തു. അടുത്ത സ്റ്റേഷൻ വരുന്നത് വടക്കാഞ്ചേരിയാണ്. ഷൊർണൂർ മുതൽ തിരുവനന്തപുരം വരെ അതിൻ്റെ ഇടയിൽ 26 സ്റ്റോപ്പാണ് ഈ ട്രെയിൻ തന്നെ. ഇഷ്ടംപോലെ സ്റ്റോപ്പുണ്ട് വണ്ടിക്ക്. ഈ ട്രെയിനിന് വേണാട് എക്സ്പ്രസ് എന്നുള്ള പേര് വരാനുള്ള കാരണം പണ്ട് കൊല്ലം ഭരിച്ചിരുന്ന ഒരു രാജവംശത്തിൻ്റെ പേരാണ് ഈ വേണാട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ട്രെയിനിന് വേണാട് എക്സ്പ്രസ് എന്നുള്ള പേര് കൊടുത്തത്.
അധികം ആൾക്കാരൊന്നുമില്ല. മിക്കവാറും തൃശ്ശൂരൊക്കെ ആകുമ്പോൾ അതിന് കയറുമായിരിക്കും. ഈ ട്രെയിനിൽ അധികം അൺറിസർവ്ഡ് കോച്ചസ് ആണ്. രണ്ട് നോൺ എ സി ചെയർക്കാറും ഒരു എ സി ചെയർക്കാറും മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ അൺറിസർവ്ഡ് കോച്ചസ് ആണ്. പോയത് കേരള സമ്പർക്രാന്തിയാണ്. നമ്മൾ നേരെ വടക്കാഞ്ചേരി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ട്രെയിനിൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പായ വടക്കാഞ്ചേരി എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വടക്കാഞ്ചേരിയിൽ നിന്ന് എടുത്തു 1 മിനിറ്റ് അവിടെ സ്റ്റോപ്പ് ഉണ്ടായിട്ടുള്ളൂ. അവിടെ കേരള സമ്പർക്രാന്തിൻ്റെ ബാക്കിൽ തന്നെ മംഗളുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂടാട്ടോ, ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. പ്രത്യേകിച്ച് ഇത് മാർച്ച് മാസം കൂടെ അല്ലേ. പ്ലാറ്റ്ഫോം നമ്പർ 3 നേത്രാവതി കേട്ടോ. പ്ലാറ്റ്ഫോം നമ്പർ 2 കാലിയാണ്. മിക്കവാറും ബാംഗ്ലൂർക്ക് വേണം വന്ദേ ഭാരത് ഇവിടുന്ന് ഓവർടേക്ക് അടിക്കും. എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരത് മിക്കവാറും നേത്രാവതിനെ തൃശ്ശൂർ വെച്ച് ഓവർടേക്ക് എടുക്കും. അതുകൊണ്ടാണ് നേത്രാവതി പ്ലാറ്റ്ഫോം നമ്പർ 3 കയറ്റിയത്. അല്ലെങ്കിൽ 2 സാധാരണ കയറ്റാറ്. തൃശ്ശൂർ നമുക്ക് 5 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. മറ്റേ തൃശ്ശൂരൊക്കെ എത്തിയപ്പോൾ വണ്ടിയിൽ ആൾക്കാർ കയറാൻ തുടത്തിട്ടോ, ഓൾമോസ്റ്റ് ഫുള്ളായി. നമ്മളങ്ങനെ തൃശ്ശൂരിൽ നിന്ന് എടുത്തു. ഇനി അടുത്ത സ്റ്റോപ്പ് വരുന്നത് ഇരിഞ്ഞാലക്കുടയാണ്. ഇതാണ് എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരത്. നേത്രാവതിനെ ഓട്ടി അടിക്കാൻ പോവുക, ഓവർടേക്ക് ചെയ്യാം. നമ്മൾ ഒല്ലൂർ എത്തിയേ. ഒല്ലൂർ സ്റ്റോപ്പൊന്നുമല്ല, പക്ഷെ നമ്മൾ ലൂപ്പ് ട്രാക്കിൽ കയറ്റി. മിക്കവാറും ഓവർടേക്കിനാണോ അതോ മെയിൻ ലൈനിൽ വല്ല ഗുഡ്സ് ഉണ്ടോയെന്ന് അറിയില്ല, നോക്കാം. മെയിൻ ലൈനിൽ ഗുഡ്സ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ലൂപ്പ് ട്രാക്കിലൂടെ കയറിയാണ്ട് ഇനി മെയിൻ ട്രാക്കൊക്കെ തന്നെ ഇറങ്ങും. മെയിൻ ലൈനിലോട്ട് ഗുഡ്സ് ഉണ്ടായതുകൊണ്ടാണ് നമ്മളിപ്പോൾ ലൂപ്പ് കയറി ഇറങ്ങണേ. അപ്പോൾ ഇത് കൊല്ലം തിരുപ്പതി കേട്ടോ. തിരുപ്പതിയൊക്കെ പോകാൻ അടിപൊളി വണ്ടിയാണത്.
ഭയങ്കര ചൂടല്ലേ, ഫോണൊക്കെ ഭയങ്കര ചൂടായിട്ടൊരു പരിവയ്ക്കണം. നമ്മളിപ്പോൾ ഇനി ഏതായാലും ഇരിഞ്ഞാലക്കുട എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത ചൂടാണ്, നിൽക്കാൻ വയ്യ. കാര്യം പറയാലോ, ഭയങ്കര ചൂടാണ്. ഇപ്പോൾ സമയം 3:57. ഇപ്പം നമ്മൾ ഇരിഞ്ഞാലക്കുട എത്തി. ഇവിടുന്ന് എന്തായാലും ഓവർടേക്ക് ഉണ്ടാവില്ല, കാരണം മെയിൻ ലൈനിലാണ് പ്ലാറ്റ്ഫോം വരുന്നത്. ഇവിടുന്ന് ഓവർടേക്ക് ചെയ്യില്ല. എറണാകുളം പാലക്കാട് മെമുവാണായി. ജസ്റ്റ് പ്ലാറ്റ്ഫോമിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് എടുത്തു. നമ്മൾ ചാലക്കുടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇരിഞ്ഞാലക്കുട നിന്ന് ചാലക്കുടിക്ക് വെറും 7 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇരുപത്തിനാല് മിനിറ്റ് ലേറ്റ് ആയും കൊണ്ട് നമ്മൾ അങ്ങനെ അങ്കമാലി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അങ്കമാലി എത്തിയിരിക്കുകയാണ്. മിക്കവാറും ഇവിടെ നിന്നായിരിക്കും ഓവർടേക്ക് കിട്ടുക നമുക്ക്. കേരള എക്സ്പ്രസ് അതിന് ഓവർടേക്ക് അടിച്ച് പോയിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്കിൽ ഇൻ്റർസിറ്റിയും കൂടി വരുന്നുണ്ട്, നമ്മുടെ ബാംഗ്ലൂർ എറണാകുളം. അത് മാറി ഓവർടേക്ക് അടിച്ച് നോക്കാം. അങ്ങനെ കേരള എക്സ്പ്രസിൻ്റെ അടുത്തുനിന്നും എറണാകുളം ഇൻ്റർസിറ്റിൻ്റെ അടുത്തുനിന്നൊക്കെ ഓവർടേക്ക് കിട്ടി. നമ്മളിപ്പോൾ അങ്കമാലിയിൽ നിന്ന് ജസ്റ്റ് ഇപ്പോൾ ഡിപ്പാർട്ടായി.
അടുത്ത സ്റ്റോപ്പിങ് വരുന്നത് ആലുവയാണ്. ഇപ്പോൾ കണ്ടത് ട്രിവാൻഡ്രം ഡൽഹി കേരള എക്സ്പ്രസ് ആണ്. നേരത്തെ കണ്ടത് ഡൽഹിയിൽ നിന്ന് ട്രിവാൻഡ്രം പോണ കേരളയും. നമ്മൾ ജസ്റ്റ് ആലുവ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 43 മിനിറ്റ് ലേറ്റ് ആയിട്ടോ ആലുവ കയറണേ. അടുത്ത സ്റ്റോപ്പാണ് ഇനി എറണാകുളം ടൗൺ. അങ്ങനെ അടുപ്പള്ളി സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ലോ സ്കിപ്പാണ് മിക്കവാറും. ഫോണ് കണ്ടിട്ട് ചവിട്ടും തോന്നണേ. വണ്ടി ചവിട്ടിയില്ല കേട്ടോ, വണ്ടി പെട്ടെന്ന് തന്നെ എടുത്തു. നമ്മുടെ എറണാകുളം ടൗണിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എറണാകുളത്ത് നിന്ന് ഇതിലോട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും കയറാം. പിന്നെ ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞിട്ടില്ല കോട്ടയത്തോട്ടുള്ള വണ്ടിയാണ്. ഇപ്പോൾ കേരള എക്സ്പ്രസ് പോയിക്കണം. കേരള എക്സ്പ്രസ്സിൽ അധികം ജനറലില്ലല്ലോ. പിന്നെ ഇതിലല്ല ഇഷ്ടംപോലെ ജനറലും ഉണ്ട്. ഇതിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും കയറാൻ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കയറാം. ഞാൻ പറഞ്ഞില്ലേ. ഇഷ്ടംപോലെ ആൾക്കാർ ഈ വേണാട് എക്സ്പ്രസ്സിൽ കയറാനുള്ളത്. ലോക്കോയുടെ പിക്ക് എടുത്തില്ലായിരുന്നു. അപ്പോൾ ഏതായാലും പോയി ലോക്കോയുടെ പിക്ക് എടുക്കാതെ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇതൊന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.